അല്ലാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരന്മാരെ, പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശ്വാസ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പരലോക വിശ്വാസം എന്നുള്ളത്. അഥവാ മനുഷ്യൻ്റെ ഭൗതികമായ ഈ ജീവിതത്തിന് ശേഷം അവനൊരു ജീവിതമുണ്ടെന്നും ഈ ജീവിതത്തിൽ അവൻ ചെയ്തിട്ടുള്ള നന്മകളും തിന്മകളും അവിടെ വിചാരണ ചെയ്യപ്പെടുമെന്നും അവൻ്റെ പ്രവർത്തനങ്ങൾക്കനുസൃതമായ രീതിയിൽ അവിടെ രക്ഷയും ശിക്ഷയും ഉണ്ടെന്നുമുള്ള വിശ്വാസമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പരലോക വിശ്വാസത്തിൻ്റെ കാതൽ. നമുക്കറിയാം, മുസ്ലിംകളല്ലാത്ത ഇതര മതവിശ്വാസികളും പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്. സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ആ ഒരു വിശ്വാസത്തിൽ നിന്ന് ഭിന്നമായ രീതിയിൽ വളരെ കൃത്യമായ നീതിയുക്തമായ പ്രാമാണികമായ ഒരു വിശ്വാസമാണ് പരിശുദ്ധ ഇസ്ലാം ഈ വിഷയത്തിൽ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ പരലോക വിശ്വാസം എന്നുള്ളത് മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, പരലോകമെന്നുള്ളത് മറ്റു പല ദർശനങ്ങളും സങ്കല്പമാണ്. പക്ഷേ പരിശുദ്ധ ഇസ്ലാം പറയുന്ന കാര്യം അതൊരു സങ്കല്പമല്ല. യൗമുൽ ആഖിറ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഈ സംസാരിക്കുന്നത് കമാ അന്നക്കും തന്തിഖൂൻ, നിങ്ങൾ ഈ സംസാരിക്കുന്നത് എപ്രകാരം സത്യമാണോ അതിനേക്കാൾ വലിയൊരു സത്യമാണ്, യാഥാർത്ഥ്യമാണ് പരലോകം എന്നുള്ളത്. മറ്റു പല ആശയങ്ങളിലും പരലോക സങ്കല്പമാണ്. ഇത് ഇസ്ലാമിൽ ഉള്ളതല്ല. ഇഹലോകത്തെ സംബന്ധിച്ചിടത്തോളം ആ പരലോകത്തേക്കുള്ള ഒരു കൃഷിയിടവും കൃഷി സ്ഥലവുമാണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞത്. വൈന്നദ്ദാറൽ ആഖിറ ഹിയൽ ഹയവാൻ, പരലോകത്താണ് യഥാർത്ഥത്തിൽ ജീവിതമുള്ളത്. ബൽ തുഅ്തിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖ, നിങ്ങൾ ദുനിയാവിനാണ് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നതെങ്കിലും പരലോകമാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളതും എന്നെന്നും അവശേഷിക്കുന്നതും പരലോകമാണ്. ഈ ഒരു സങ്കല്പമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തെ വിഷയം അതിൻ്റെ പൂർണ്ണമായ നീതിയാണ്. ഇസ്ലാം പറയുന്നത് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരു അണുമണി തൂക്കം ഒരാൾ നന്മ ചെയ്താൽ അതവൻ പരലോകത്ത് കാണും. അണുമണിത്തൂക്കം തിന്മയാണ് അവൻ ചെയ്തെങ്കിൽ അതും പരലോകത്ത് കാണും. പൂർണ്ണമായ നീതിയിൽ അധിഷ്ഠിതമായ ഒരു ലോകമാണ് പരലോകം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഒരു പക്ഷേ ഭൂമിയിൽ എല്ലാവർക്കും പൂർണ്ണമായ നീതി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്കറിയാം, ഒരു കുറ്റവാളി അയാൾ ഒരുപാട് പേരെ കൊന്നു, ഒരുപാട് ആളുകൾ ഉപദ്രവിച്ചു, അയാൾക്ക് ഒരു പ്രാവശ്യമേ നമുക്ക് ശിക്ഷ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ, കൊലക്കുറ്റം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ വധിച്ച ആൾക്കാർ ഭൂമിയിലുണ്ടായിട്ടുണ്ട്. അവർക്കൊന്നും പൂർണ്ണമായ ശിക്ഷ കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇനി പലപ്പോഴും ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഈ ഭൂമിയിലുണ്ട്. അവർക്ക് പൂർണ്ണമായ നീതി കൊടുക്കാനും ഈ ഭൂമിയിൽ നമുക്ക് സാധ്യമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പൂർണ്ണമായ ഒരു നീതിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് പരലോകത്തെ വിശ്വാസം, അഥവാ യൗമുൽ അദിൽ, നീതിയുടെ ദിവസമായിരിക്കും. കാരണം എന്തുകൊണ്ടാണ് നീതിയുടെ ദിവസമാകുന്നത്? ഏറ്റവും വലിയ നീതിമാനായ
പടച്ച റബ്ബാണ് ആ ദിവസത്തിൻ്റെ അധികാരി. മാലിക് യൗമിദ്ദീൻ, ദീനിൻ്റെ അഥവാ പ്രതിഫല നാളിൻ്റെ ആളുകൾക്ക് പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥൻ പടച്ച റബ്ബാണ്. ആ പടച്ച റബ്ബാവട്ടെ ലാ യദ്ലിമു മിസ്ഖാല ദർറത്തിൻ, ഒരു അണുമണി തൂക്കം പോലും തൻ്റെ അടിമകളോട് ഒരിക്കലും തന്നെ ദുൽമ് ചെയ്യാത്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ആ പടച്ച റബ്ബിൻ്റെ കോടതിയും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിക്കൊണ്ട് നീതി ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടാമത്തെ വിഷയം ഇതാണ്. മൂന്നാമത്തെ ഒരു വിഷയം, ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പരലോക വിചാരണക്കാവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻസുകളും, എല്ലാ സാമഗ്രികളും, എല്ലാ തെളിവുകളും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദീഹി റഖീബുൻ അതീദ്, ഈ ഭൂമിയിൽ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും എഴുതാൻ റഖീബും അതീദുമായ സൂക്ഷ്മ നിരീക്ഷകന്മാരും തയ്യാറായി നിൽക്കുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകൾ എഴുതി വെക്കുന്ന രേഖകളുണ്ട്. അതേപോലെ തന്നെ അവൻ്റെ കണ്ണുകൾ, അവൻ്റെ കാതുകൾ, അവൻ്റെ ശരീരം, അവൻ്റെ കൈ, കാല്, തൊലി, എല്ലാ കാര്യങ്ങളും അവന് എതിരായിക്കൊണ്ട് സാക്ഷി പറയുന്ന, അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയുന്ന ഒരവസ്ഥയുണ്ട്. അതിനൊക്കെ പുറമെ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ കൃത്യമായിക്കൊണ്ട് ബോധ്യപ്പെടുത്തി വിചാരണ ചെയ്തതിന് ശേഷമാണ് ഒരു മനുഷ്യൻ അല്ലാഹു ശിക്ഷ വിധിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് പരലോക വിശ്വാസം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ആ പരലോകത്തിൽ കൃത്യമായ, വ്യക്തമായ, നീതിയുക്തമായ വിചാരണകൾ നടന്നതിന് ശേഷം മാത്രമാണ് ഒരു മനുഷ്യൻ ശിക്ഷിക്കപ്പെടുകയോ അതുപോലെ തന്നെ രക്ഷപ്പെടുകയോ ചെയ്യുക എന്ന കൃത്യമായ ബോധ്യം ഇസ്ലാം ഒരു മനുഷ്യന് കൊടുക്കുന്നുണ്ട്. അഥവാ ഒരു മനുഷ്യൻ്റെ കെയർ ഓഫിലോ അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യൻ്റെ ചുളിവിലോ മറ്റൊരു മനുഷ്യൻ്റെ തണലിലോ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന ബോധ്യം ഒരു മനുഷ്യനും അള്ളാഹു നൽകുന്നില്ല. ഒരു മനുഷ്യൻ്റെ കൃത്യമായ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടും വിചാരണ നടത്തിക്കൊണ്ടുമാണ് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിത് പൂർണ്ണമായിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അമലുകൾക്കനുസരിച്ച് കൊണ്ടാണ് നിങ്ങളുടെ വിചാരണ ഉണ്ടാകുക. അപ്പം ഇത് വല്ലാത്തൊരു മനസ്സമാധാനമാണ്, അതോടൊപ്പം തന്നെ ഒരു ക്ലാരിറ്റിയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യന് വിചാരണ നടത്താതെ ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അടിസ്ഥാനപരമായിക്കൊണ്ട് പ്രവേശിപ്പിക്കുകയില്ല. ആ വിചാരണ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അനീതിയുടെ കണം പോലും സ്പർശിക്കാത്ത രീതിയിൽ ഓരോ കാര്യങ്ങൾക്കും സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക്, നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്ക് അവിടെ ചോദ്യമുണ്ടാകും. ഈ ഒരു വിശ്വാസം മറ്റു പല വിശ്വാസങ്ങളുമില്ല. കാരണം ഞാനൊരു ജൂതനായിരുന്നാൽ എനിക്കവിടെ ശിക്ഷക്കളവുണ്ട്. ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമ മഅദൂദ, ഇതാണ് ജൂതന്മാരുടെ വാദം. ഞങ്ങൾ അള്ളാഹുവിൻ്റെ പുത്രന്മാരാണ്, വഹിബാഹു, അള്ളാഹുവിൻ്റെ സ്നേഹക്കാരാണ്, അള്ളാഹുവിൻ്റെ കൂട്ടുകാരാണ്, അള്ളാഹുവിൻ്റെ അടുപ്പക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ രക്ഷപ്പെടാൻ കഴിയും. ഈ ഒരു വിശ്വാസം ഇസ്ലാം പുലർത്തുന്നില്ല. അങ്ങനെയൊക്കെയാണ് ജൂത ക്രിസ്ത്യാനികളുടെ മതങ്ങളിൽ അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, ഒരു മനുഷ്യൻ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പഠിപ്പിച്ച കാര്യങ്ങൾ നീതിയുക്തം പുലർത്തി ജീവിക്കുന്നവനാണെങ്കിൽ അവൻ രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ അവൻ ആരായിരുന്നാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത് കൃത്യമായ വിചാരണയുടെ അടിസ്ഥാനത്തിൽ, നീതിയുടെ അടിസ്ഥാനത്തിൽ, യുക്തിയുടെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസമാണ് പരലോക വിശ്വാസവുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാലാമത്തൊരു പ്രത്യേകത, ഇസ്ലാമിൻ്റെ പരലോക വിശ്വാസത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അത് അനന്തമാണ്, അതിനൊരിക്കലും പരിധികളില്ല. ഖാലിദീന ഫീഹ അബദൻ, പരലോകത്തെ സംബന്ധിച്ചിടത്തോളം അവർ അവിടെ നിത്യവാസികളായിരിക്കും. അവിടെ മരണം എന്ന ഒന്ന് ഇല്ല, അതാണ് ഇസ്ലാമിൻ്റെ സങ്കല്പം. അതോടുകൂടി ആസ്വാദനമാണെങ്കിൽ പൂർണ്ണമായ ആസ്വാദനവും, അതുപോലെ തന്നെ ശിക്ഷയാണെങ്കിൽ പൂർണ്ണമായ ശിക്ഷയും. ആ ശിക്ഷയിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ചില കാര്യങ്ങളിൽ ഇളവ് നൽകും, അത് വേറെ വിഷയം. മൊത്തത്തിൽ ഇസ്ലാമിൻ്റെ ഈ ഒരു വിഷയത്തിലെ കാഴ്ചപ്പാടുകൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൂർണ്ണമായ യുക്തിയും പൂർണ്ണമായ നീതിയും
പൂർണ്ണമായ സമാധാനവും അക്രമമില്ലാത്ത അനീതിയില്ലാത്ത ഒരു പരലോകമാണ് അള്ളാഹുവിൻ്റെ ദീൻ മുന്നോട്ട് വെക്കുന്ന പരലോകം. അവിടെ കക്ഷിത്വത്തിന് വിലയില്ല. അതുപോലെ തന്നെ സമ്പത്തിനോ യൗമല യൻഫഉ മാലും വലാ ബനൂൻ, സന്താന ബലത്തിനോ സാമ്പത്തിക ബലത്തിനോ ഒരു പവറും ഇല്ലാത്ത, ഒന്നും ചെയ്യാൻ കഴിയാത്ത നീതിയുക്തമായ ഖുലില്ലാഹിൽ അംറു ജമീഅൻ, അള്ളാഹുവിനാണ് മുഴുവൻ കാര്യങ്ങളും. ആർക്കാണ് അധികാരമെന്ന് ചോദിക്കുമ്പോൾ അത് അള്ളാഹുവിന് മാത്രം അധികാരം. നീതിയുടെ പര്യായമായിട്ടുള്ള നീതി കൊണ്ട് മാത്രം വിധിക്കുന്ന പടച്ചറബിൻ്റെ ദിവസം, ആ ദിവസത്തിൽ മനുഷ്യന്മാർ എല്ലാവരും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങി നിൽക്കുന്ന ദിവസമാണ്. ഇങ്ങനെ ഒരു സുന്ദരമായ ഒരു നീതിയുക്തമായ ഒരു പരലോക വിശ്വാസമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പരലോക വിശ്വാസം. ഈ ഒരു പരലോക വിശ്വാസം മനുഷ്യന്മാർക്ക് നൽകുന്ന നന്മകൾ ചെറുതല്ല. ഇതൊരു കേവല സങ്കല്പ വിശ്വാസമാണെങ്കിൽ ആളുകൾ പലതും തെറ്റിദ്ധരിക്കാനും അല്ലെങ്കിൽ തെറ്റിപ്പോകാനും സാധ്യതയുണ്ട്. പക്ഷേ ഇസ്ലാമിൻ്റെ ഈ കൃത്യവും വ്യക്തവുമായ പരലോക വിശ്വാസം കൊണ്ട് മനുഷ്യന്മാർക്ക് ലഭിക്കുന്ന നന്മകൾ എന്തൊക്കെയാണ്? അതിലൊന്ന്, മനുഷ്യന്മാരെ സദാചാര നിഷ്ഠയുള്ളവരാക്കി തീർക്കാൻ ഈ വിശ്വാസം കൊണ്ട് സാധിക്കുന്നുണ്ട്. എന്ത് രഹസ്യത്തിലും ഏത് പരസ്യത്തിലും ഞാൻ എൻ്റെ കർമ്മങ്ങൾ ചെയ്താലും എനിക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. അതൊരു അണുമണിത്തൂക്കം നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്താൽ അത് എനിക്ക് കാണാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടാകുമ്പോൾ മനുഷ്യന്മാരുടെ ജീവിതത്തെ സദാചാരത്തിലേക്ക് കൊണ്ടുവരാനും ദുരാചാരങ്ങളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്ന് ജീവിക്കാനും ഒരു മനുഷ്യനെ കൃത്യമായി കൊണ്ട് പ്രേരിപ്പിക്കുന്നത് പരലോക വിശ്വാസമാണ്. അതുകൊണ്ടാണ് വിശ്വാസികളുടെ സ്വഭാവം അല്ലാഹു ശുദ്ധ ഖുർആൻ എണ്ണിയപ്പോൾ വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, പരലോകത്തിൽ അവർ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. പരലോകത്തിൽ കേവല വിശ്വാസമല്ല, ദൃഢവിശ്വാസമാണ്. അപ്പം ആ ദൃഢവിശ്വാസം ഒരു മനുഷ്യനെ സദാചാര നിഷ്ഠയുള്ളവനാക്കും, സദാചാര ബോധ്യമുള്ളവനാക്കി മാറ്റും, നല്ല ഉത്തമനായ മനുഷ്യനാക്കി മാറ്റും. രണ്ടാമത്തെ ഒരു കാര്യം, ഈ വിശ്വാസം ഒരു ക്ഷമ നൽകുന്നു. കാരണം ദുനിയാവിൽ എന്ത് പ്രയാസം വന്നാലും എനിക്ക് പരലോകമുണ്ട്, ഒരു പ്രതീക്ഷ നൽകുന്നു. ആ ക്ഷമയ്ക്ക് ശേഷം ഒരു തുറവി വരാനുണ്ട്. ഫഇന്നമൽ ഉസ്രി യുസ്റ, ഒരു പ്രയാസത്തിൻ്റെ കൂടെ ഒരു യുസ്റുണ്ട് എന്നൊരു ബോധ്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം, ഈ ദുനിയാവിൻ്റെ എന്ത് അലങ്കാരങ്ങൾ അവൻ കാണുമ്പോഴും അവൻ അതിരുവിടാതെ, അവൻ പരിധി ലംഘിക്കാതെ, ഇതൊന്നുമല്ല എനിക്കുള്ള ജീവിതം, ഇനി എനിക്ക് വരാനുള്ള ജീവിതം ഇതിനേക്കാൾ സുന്ദരമാണ്, ഇതിനേക്കാൾ വലുതാണ്, ഇതിനേക്കാൾ മഹത്വമേറിയതാണ് ഇത് തിരിച്ചറിയുന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ അവൻ പരിധി വിടാതെ വല്ലാഖിറത്തു ഖൈറും വഅബ്ഖ, ഏറ്റവും ഖൈറായതിലേക്ക് അവൻ്റെ മനസ്സിനെയും അവൻ്റെ ചിന്തകളെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും അവൻ്റെ സംസ്കാരത്തെയും അവൻ്റെ എല്ലാ കാര്യങ്ങളെയും അവൻ അതിലേക്ക് ചുരുട്ടി അതിനനുസൃതമായ രീതിയിൽ മരണാനന്തര ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു മനുഷ്യനെ ആയിരിക്കും ദുനിയാവിൽ നമ്മൾ കാണാം. ഈ പരലോക വിശ്വാസം ശരിയല്ലെങ്കിൽ എന്തും ചെയ്യാം. യുക്തിവാദികൾ പറയുന്ന പോലെ ഇൻഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ നമൂത്തു വനഹയ വമാ നഹ്നു ബിമബ്ഊസീൻ, പരലോകത്തൊരു ജീവിതമില്ല, അതുകൊണ്ട് നമ്മളൊക്കെ അടിച്ചു പൊളിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ, നമുക്ക് അടിച്ചു പൊളിക്കാം എന്ന വിശ്വാസം തെറ്റാണ്. ജീവിതം ഒന്നല്ല, ഇത് യഥാർത്ഥ ജീവിതവുമല്ല, യഥാർത്ഥ ജീവിതം പരലോകത്താണ് എന്ന വിശ്വാസമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിൽ അവന് ചില അതിരുകളും അതിർവരമ്പുകളും പരിധികളും പരിമിതികളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൽ അവർ ക്ഷമിക്കുന്നവരായിരിക്കും, സദാചാരം കൈവിടാത്തവരായിരിക്കും. അതേസമയത്ത് പരലോക വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തലയില്ലാത്ത തെങ്ങാണ് ദുനിയാവെന്ന് പറഞ്ഞാൽ. ഒരറ്റമുണ്ടാവില്ല, അന്തം കുന്തും ഉണ്ടാവില്ല. അതുകൊണ്ട് അതല്ല വിശ്വാസിയുടെ ജീവിതം. അവൻ്റെ ജീവിതത്തിന് ഒരർത്ഥവും പൂർണ്ണതയും കൈവരിക്കപ്പെടുന്നത് അവൻ്റെ ഈ പരലോക വിശ്വാസത്തിൻ്റെ ദൃഢതയിലും ബോധ്യത്തിലുമാണ്. ആ കൃത്യമായ വിശ്വാസമാണ് പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ളത്. അത് ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.